കൊടുങ്ങല്ലൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനായ വയോധികനെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. ലോകമലേശ്വരം അറക്കത്താഴം ഐനിക്കപ്പറമ്പിൽ ഷൺമുഖനാണ് കബളിപ്പിക്കപ്പെട്ടത്. കൊട്ടേഷനും എഗ്രിമെന്റും വെച്ച പ്രവൃത്തി തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ചാലക്കുടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിലാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി മരഘോവണി. ദേശീയപാതയിൽ ശ്രീനാരായണപുരം പള്ളിനടയിൽ നൂറുകണക്കിന് ആളുകൾ റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്നത് മരഘോവണി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനായ വയോധികനെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. ലോകമലേശ്വരം അറക്കത്താഴം ഐനിക്കപ്പറമ്പിൽ ഷൺമുഖനാണ് കബളിപ്പിക്കപ്പെട്ടത്. ചന്തപുരയിൽ ആക്സിസ് ബാങ്കിന് സമീപമായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 3 യുവാക്കൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങാനെന്ന വ്യാജേന ഷൺമുഖനെ സമീപിക്കുകയായിരുന്നു. 3 ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയ ശേഷം 500 രൂപ പണമായി വാങ്ങുകയും പകരം ഗൂഗിൾ പേ വഴി ടിക്കറ്റിന്റെ ഉൾപ്പെടെ പണം അയച്ചതായി പറയുകയും ചെയ്തു. ഷൺമുഖൻ തന്റെ ഫോൺ പരിശോധിക്കുന്നതിനിടയിൽ യുവാക്കൾ ടിക്കറ്റും പണവുമായി കടന്നു കളയുകയായിരുന്നു. ഞങ്ങൾക്കൊരു 500 രൂപ കൂടെ വേണം ഉണ്ടാവുമോ? ഞങ്ങൾ പൈസ തരാൻ വിചാരിച്ചോ. ഇത് നമുക്കൊന്ന് സ്കാൻ ചെയ്തപ്പോൾ ഒരു അച്ഛ കേട്ട് എൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് അച്ഛ കേട്ടപ്പോൾ പൈസ വന്നില്ല. അത് തന്നെ ഞാൻ മൊബൈലിൽ നോക്കുന്നതിന് മുമ്പ് അവൻ അപ്പുറം കിടന്ന് കാണിട്ട് പെട്ടെന്ന് ശരിയെന്നും പറഞ്ഞ് പോകും. ആ മൊബൈൽ എടുക്കുമ്പോൾ പൈസ വരട്ടി അവർ വിടുകയും ചെയ്യും. നേരെ പടിഞ്ഞാട്ട് 500 രൂപയും 5 ടിക്കറ്റ് എഴുതിട്ടേക്ക് കൊടുത്തു. ചെറിയ ചക്കനാണ്. ആ ചക്കനെ വെച്ചിട്ടാണ് പറ്റിപ്പോയത്. അല്ലെങ്കിൽ ഇതേവരെ അവരുടെ അവസ്ഥ പറ്റിയിട്ട്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊട്ടേഷനും എഗ്രിമെന്റും വെച്ച പ്രവൃത്തി തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ചാലക്കുടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിലാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ധിക്കാര പ്രവൃത്തിയുടെ പേരിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. നഗരസഭ വൈസ് ചെയർപേഴ്സന്റെ വാർഡായ 21-ാം വാർഡിലെ കാനയോട് ചേർന്ന് അപകടകരമായ തരത്തിൽ രൂപപ്പെട്ട ഗർത്തം അടയ്ക്കാനായുള്ള എഗ്രിമെന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസാധുവാക്കി. 15,000-ൽ താഴെയുള്ള പ്രവൃത്തിയുടെ കൊട്ടേഷനും എഗ്രിമെന്റും അസിസ്റ്റന്റ് എഞ്ചിനീയർ നേരത്തെ ഒപ്പുവെച്ച് നൽകിയിരുന്നു. പ്രവൃത്തികൾ തുടങ്ങാനിരിക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കരാറുകാരനിൽ നിന്നും എഗ്രിമെന്റ് വാങ്ങി തന്റെ ഒപ്പ് വെട്ടിക്കളഞ്ഞുവെന്നാണ് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് വൈസ് ചെയർപേഴ്സൺ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. അത് കഴിഞ്ഞ് അയാൾ ഇപ്പൊ എഗ്രിമെന്റ് വരെ വെച്ചു. ആ എഗ്രിമെന്റ് വെച്ചിട്ട് ആ എഗ്രിമെന്റ് ഒപ്പിട്ടതാണ് ഇവിടുത്തെ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ. അവരത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് അന്ന് തന്നെയാണോ പിറ്റേ ദിവസമാണോന്നൊന്നും എനിക്കറിയില്ല. തിരിച്ചു സെക്ഷൻ ക്ലർക്ക് പറഞ്ഞ് അത് തിരിച്ചു വാങ്ങിച്ച് അവരത് വെട്ടിക്കളഞ്ഞു. രജിസ്റ്ററിന് ഒപ്പ് വെച്ചതും രജിസ്റ്ററിനും വെട്ടിക്കളഞ്ഞു. ഫയലിൽ ഒപ്പിട്ടത് അതും വെട്ടിക്കളഞ്ഞു. എന്താ കാരണം എനിക്കറിയണം അത് എന്തുകൊണ്ടാണെന്ന്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നടപടിയിൽ പ്രതിഷേധിച്ചും തുടർ നടപടികൾ എടുക്കാനുമായി വ്യാഴാഴ്ച അടിയന്തര കൗൺസിൽ യോഗം ചേരും. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി മരഘോവണി. ദേശീയപാതയിൽ ശ്രീനാരായണപുരം പള്ളിനടയിൽ നൂറുകണക്കിന് ആളുകൾ റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്നത് ഈ മരഘോവണിയാണ്. ദേശീയപാതയുടെ പടിഞ്ഞാറ് കിഴക്ക് പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതും ഇപ്പോൾ ഈ ഘോവണിയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ആരാധനാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് പള്ളിനടയിലെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഇവിടങ്ങളിൽ വന്നു പോകുന്നവർക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്റർ ദൂരം ചുറ്റിക്കറങ്ങേണ്ടി വരും. ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനായാണ് നാട്ടുകാർ റോഡിൽ ഗോവണി വെച്ചത്. റോഡ് മുറിച്ചു കടക്കാൻ മാർഗമില്ലാത്ത വിധം വികസനം കടന്നു പോകുമ്പോൾ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ് ഈ ഗോവണി. ദേശീയപാത ഈ കോണി കണ്ടില്ലേ? ഇവിടുത്തെ യാത്രക്കാർ ഇപ്പം അപ്പുറത്ത് പോകുന്നത് അപ്പുറത്ത് സ്കൂള്, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ്, ഒരു വലിയ മസ്ജിദ്, അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടുകാർ ഇപ്പോൾ ഈ കോണിയമ്മൽ കൂടി കയറിയാണ് അപ്പുറത്തേക്ക് പോകണത്. പിന്നെ ഈ റോഡ് ഫുള്ള് പണി ചെയ്യുമ്പോഴത്തേനും
1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വേണം യൂട്ടേൺ അടിച്ച് കൊടുങ്ങല്ലൂർക്ക് പോകണമെങ്കിൽ സുഖമാണ്. ഗുരുവായൂർക്ക് ആ റൂട്ടിൽ പോകണമെങ്കിൽ അപ്പുറത്തേക്ക് 1 കിലോമീറ്റർ പോയിട്ട് വേണം അങ്ങോട്ട് ബസ് കയറി പോകാൻ. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം. ഇവിടെ അങ്ങോട്ട് സാധനങ്ങൾ മേടിക്കാൻ ഇവിടെ കടകളൊന്നുമില്ല, കംപ്ലീറ്റ് കടകൾ അപ്പുറത്താണ്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക്. ഇപ്പോൾ ഒരു കോണി വെച്ച് കയറുന്നുണ്ട്, ഭയങ്കര അപകടമാണത്. ഇതിലെ വൺ വേണി ബസ്സുകളും വണ്ടികളും ഇങ്ങനെ ചീഞ്ഞ് പാറി പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കോണി വെച്ച് പോകുന്നുണ്ട്. സ്കൂൾ പിള്ളേർ ഇവിടെ ഇറങ്ങിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അപകടം വളരെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടിപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. ഈ റോഡിൽ പുൾപ്പണി ചെയ്യുമ്പോൾ സ്കൂൾ പിള്ളേരും വളരെ ബുദ്ധിമുട്ടും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാള ബിലീവേഴ്സ് NCH മെഡിസിറ്റിയിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഹൈബ്രിഡ് കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചു. മാള സെന്റ് സ്റ്റനിസ്ലാവോസ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ജോർജ് പാറയമൻ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ ശസ്ത്രക്രിയകൾ ഇനി മുതൽ മിതമായ നിരക്കിൽ മാള ബിലീവേഴ്സിൽ ചെയ്യാം. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാള ബിലീവേഴ്സ് NCH മെഡിസിറ്റിയിൽ കാത്ത് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രോഗം വന്ന് നിറയുന്നൊരു കാലത്ത് ഹൃദയത്തിൻ്റെ ചലനങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അത് മരണത്തിന് കാരണമാകുന്ന മാരകമായൊരു വിപത്തായി നിൽക്കുമ്പോൾ അതിനുള്ള ചികിത്സ നമ്മുടെ വീട്ടുപടിക്കൽ ലഭ്യമാകുന്നു എന്നത് വളരെ അഭിമാനവും വളരെ സന്തോഷവും നൽകുന്ന കാര്യമാണ്. മറ്റൊന്ന്, മറ്റ് ആശുപത്രികളേക്കാൾ ഇത്തരം സേവനം ലഭ്യമാകുന്ന മറ്റ് ആശുപത്രികളേക്കാൾ നിരക്കുകൾ കുറവാണ് ഇവിടെ എന്നത് സാധാരണക്കാരായ ഇടത്തരക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യന് ഒരു പ്രത്യേക ആകർഷക കേന്ദ്രവും കൂടി ആക്കുന്നുണ്ട് എന്ന് നമ്മുടെ എല്ലാം അനുഭവത്തിലൂടെ അറിയുന്നതാണ്. കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ തോമസ് ജോൺ അധ്യക്ഷത വഹിച്ചു. ബിലീവേഴ്സ് NCH മെഡിസിറ്റി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം, അഡ്മിനിസ്ട്രേറ്റർ പ്രശാന്ത് പുരുഷോത്തമൻ, ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ PA റോഷ്ന, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നല്ല സമരിയാക്കാരനെ പോലെ നിസ്വാർത്ഥ സേവനം ചെയ്യുവാൻ അവരെ പഠിപ്പിക്കണമേ. ഈ ചെറിയ സഹോദരൻ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള മിശിഹായുടെ വാക്കുകൾ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ബിസിനസ് ഡെസ്ക്, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ കൊടകരയിൽ തേക്ക് കടപുഴകി വീണു. കൊടകര ആളൂർ റോഡിൽ അമ്പാടി തിയേറ്ററിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ തേക്കാണ് ഇലക്ട്രിക് കമ്പികളുടെ മുകളിൽ കൂടി റോഡിലേക്ക് വീണത്. ബുധനാഴ്ച വൈകിട്ട് 3:30 ആയിരുന്നു സംഭവം. ഈ സമയം റോഡിൽ വാഹനങ്ങളോ മറ്റു യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി.
കൊടുങ്ങല്ലൂരിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാകുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ കടന്നു കയറുന്ന കാട്ടുപന്നികൾ നാട്ടുകാർക്ക് ഭീഷണിയായി മാറുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം മേത്തലയിൽ കാട്ടുപന്നി വഴിയാത്രക്കാരിയായ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നുള്ള വാഹനാപകടങ്ങളും ഉണ്ടാകുന്നു. പ്രളയകാല ശേഷമാണ് തീരമേഖലയിൽ കാട്ടുപന്നികളെ വ്യാപകമായി കണ്ടു തുടങ്ങിയത്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വേട്ടക്കാരെ നിയോഗിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി. കൃഷി നശിപ്പിക്കലും ആക്രമണ ഭീഷണിയുമായി കാട്ടുപന്നികൾ വിലസുമ്പോൾ നാട്ടുകാർക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ എ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കമാൽ കാട്ടകത്ത്, EV സജീവ്, അയൂബ് കരൂപ്പണന്ന, അബ്ദുൾ നാസർ കൊമ്പനെഴുത്ത്, മോഹൻദാസ്, സലീം അറക്കൽ, പ്രശോഭ് അശോകൻ, ഷംസു വെളുത്തേരി, കൃഷ്ണകുമാർ, ബിജു പോൾ എന്നിവർ പ്രസംഗിച്ചു. സക്കീർ കോൽപ്പറമ്പിൽ, മുഹമ്മദ് അലി മാതിരപ്പള്ളി, ആലി മുഹമ്മദ്, ജോർജ് തൊമ്മാന, നാസർ, രഞ്ജു, കബീർ, നൌഷാദ് ചിലങ്ക, അബ്ദുൾ റഹ്മാൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നവീകരണം പൂർത്തിയായ മണലി മടവാക്കര റോഡ് നാടിന് സമർപ്പിച്ചു. പാലിയേക്കര ടോൾ സമാന്തര പാതയായ മണലി മടവാക്കര റോഡാണ് KK രാമചന്ദ്രൻ MLA തുറന്നു നൽകിയത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ വകയിരുത്തിയാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം KV ഷാജി, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 35 ലക്ഷം രൂപയും റോഡിനായി അനുവദിച്ചിട്ടുണ്ട്. റോഡിന്റെ വശങ്ങൾ സംരക്ഷിക്കുന്നതിനായും ഐറിഷ് ഡ്രൈൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കായി 8.3 ലക്ഷം രൂപ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. VVS സ്കൂൾ ഓഫ് മ്യൂസിക്, സാമ ആർട്സ് എന്നിവരുടെ സഹകരണത്തോടെ പടിഞ്ഞാറെ ചാലക്കുടി പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്ര മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ചാലക്കുടി മഹോത്സവം 27, 28, 29 തീയതികളിൽ നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. 27 വെള്ളിയാഴ്ച വൈകിട്ട് കേരള ഹൈക്കോടതി ജഡ്ജി VM ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്യും. വീരരാഘവ ഭാഗവതർ പുരസ്കാരം നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർക്ക് സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ VVS മൂരാരി, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് P നാരായണൻകുട്ടി, ക്ഷേത്രം ട്രസ്റ്റി NS നാരായണൻ നമ്പൂതിരി, ചീഫ് കോർഡിനേറ്റർ സുനിത ഹരിശങ്കർ, ഉഷ മോഹൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി BRCയുടെ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള പ്രതിഭാ നക്ഷത്രങ്ങൾ 2K25 വാർഷിക പരമ്പരയ്ക്ക് കരാട്ടെ ക്ലാസോടുകൂടി തുടക്കമായി. ചാലക്കുടി മുനിസിപ്പാലിറ്റി ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ MA മുഖ്യാതിഥിയായിരുന്നു. ജോർജ് തളിയത്ത് കരാട്ടെ പരിശീലനത്തിന് നേതൃത്വം നൽകി. ലിജോ ജോസ്, വാർഡ് മെമ്പർ നിത പോൾ, MM സതി എന്നിവർ സംസാരിച്ചു. SFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. SFI ചാലക്കുടി ഏരിയ പ്രസിഡന്റ് ഭവിൻ TBയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ SFI ചാലക്കുടി ഏരിയ സെക്രട്ടറി സാംസൺ ആന്റണി, ജാഥ ക്യാപ്റ്റൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K അനുശ്രീ, ജാഥ മാനേജർ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PM ആർഷോ, ജില്ലാ സെക്രട്ടറി അനസ് ജോസഫ്, ജില്ലാ പ്രസിഡന്റ് മേഘന MM, CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, ജില്ലാ കമ്മിറ്റി അംഗം അമൃത സുബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തൃശൂർ തെക്കേ ഗോപുരനടയിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. മേത്തല പറമ്പിക്കുളങ്ങര പുളിഞ്ചോട് ഷാപ്പിന് സമീപവും കയർ സൊസൈറ്റി പരിസരങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമായ സ്ഥലങ്ങൾ BJP പ്രവർത്തകർ സന്ദർശിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, BJP കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചള്ളയിൽ, മേത്തല ഏരിയ പ്രസിഡന്റ് സുരേഷ്, ജനറൽ സെക്രട്ടറി സിജിൽ മേത്തല, 37 വാർഡ് കൗൺസിലർ ജ്യോതിലക്ഷ്മി രവി എന്നിവരാണ് സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ട്യൂഷൻ കഴിഞ്ഞ് ഇതുവഴി വരുന്ന വിദ്യാർത്ഥിയെ കാട്ടുപന്നി ആക്രമിക്കാൻ ശ്രമിച്ചതായി നാട്ടുകാർ പറഞ്ഞു. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രവർത്തകർ തീരുമാനിച്ചു. ചാലക്കുടി വഴിയോര കച്ചവട തൊഴിലാളികളോട് നഗരസഭ ധിക്കാര നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ബാൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KI അജിതൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, KP തോമസ്, EA ജയതിലകൻ, PS സന്തോഷ്, TO വിൻസെന്റ്, P ശ്രീകുമാർ, ജിനി രാധാകൃഷ്ണൻ, PT പ്രസാദ്, അജിത് ഗുരുവായൂർ, ബിന്ദു അനിലൻ എന്നിവർ സംസാരിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി നിയമം പാലിക്കാതെ നഗരസഭാ തൊഴിലാളികളെ ദ്രോഹിക്കുകയാണെന്നും
തൊഴിലാളികൾക്ക് കാർഡ്, ലൈസൻസ് എന്നിവ നൽകുന്നില്ലെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. നാളെ രാവിലെ 10-ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇസ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ GUP സ്കൂളിൽ പച്ചക്കറിത്തോട്ടത്തിന്റെ വിത്തിടൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. ജീവനക്കാരായ ജയ, ഷൈനി എന്നിവർ നേതൃത്വം നൽകി. അപ്പോ ഒരുപാട് സ്കൂളുകളിലും സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് സമ്മാനം വാങ്ങിക്കണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, പച്ചക്കറി എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമല്ലേ? കോഴി എല്ലാവർക്കും ഇഷ്ടമല്ലേ? പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനായ വയോധികനെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു. ലോകമലേശ്വരം അറക്കത്താഴം ഐനിക്കപ്പറമ്പിൽ ഷൺമുഖനാണ് കബളിപ്പിക്കപ്പെട്ടത്. കൊട്ടേഷനും എഗ്രിമെന്റും വെച്ച പ്രവൃത്തി തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ചാലക്കുടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിലാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമായി മരഗോവണി. ദേശീയപാതയിൽ ശ്രീനാരായണപുരം പള്ളിനടയിൽ നൂറുകണക്കിന് ആളുകൾ റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്നത് മരഗോവണി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.